ഹലോ, ഈ സ്നാക്സ് കണ്ടോ? എത്ര കഴിച്ചാലും മതി വരാതെ വീണ്ടും വീണ്ടും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാനൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട വന്ന ഉള്ളിയിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ 1 കപ്പോളം മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഇളം ചൂടുവെള്ളത്തിലൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഇതാണ് അതിൻ്റെ പരുവ കേട്ടോ. മാവിൻ്റെ പരുവ ഇതാണ്. ഇനി അഥവാ നമ്മൾ വെള്ളം കുറച്ച് കൂടുതലാവുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വെള്ളം കുറഞ്ഞു പോയാൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായി വന്നാൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. മാവ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലക്കൂട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മാവും കൂടെ അതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടാവേ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അടിപൊളി സ്വാദാണ് കേട്ടോ. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അച്ഛന് കൊടുത്തു നോക്കാവേ. അച്ഛാ, ഇന്നത്തെ സ്പെഷ്യലാണേ. കഴിച്ചോക്കി. മുട്ടൊക്കെ ഉണ്ടല്ലോ. ആമിട്ട് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. അടിപൊളിയല്ലേ? ഇത് വൈകുന്നേരത്തെ കടി മാത്രമല്ല, ഇത് രാവിലെ ഉണ്ടാക്കണം. നല്ല രുചിയുള്ള കടി. എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും.